അപ്പൊ ടുഡേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഉണ്ട്. കോളിഫ്ലവർ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. സോ കോളിഫ്ലവർ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഉള്ളി വെച്ചിട്ട് തട്ടിക്കൂട്ടി കറി ഉണ്ടാക്കണം. ഓക്കെ, ലാസ്റ്റ് എങ്ങനെയാവുന്നു നമുക്ക് നോക്കാം. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾ കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കോളിഫ്ലവർ ഈസ് റെഡി. ഈ കോളിഫ്ലവർ ഒന്ന് പൊരിച്ചെടുക്കണം. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എന്താണ് കമന്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും കേട്ടല്ലോ. കമന്റ് ആകെ ചെയ്തത് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മസാലയാണ്. റെസിപ്പി വേണ്ടവര് കമന്റ് ചെയ്തു. അപ്പൊ 2 കമന്റ് പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വെക്കണം എന്നാണ് നമ്മളെ ആര് പഠിപ്പിച്ചത്? മമ്മി ആൻഡ് പാപ്പ പഠിപ്പിച്ചത്. കുട്ടില്ലാത്തോണ്ട് കത്തിന്റെ ബാക്ക് വെച്ച് തന്നെയാണ് കഴിച്ചത്. എത്തലും ചതക്കലും എല്ലാം കോളിഫ്ലവർ പൊരിച്ചുകൊണ്ട് ഉള്ളി വാട്ടിയാൻ വേണ്ടിയിട്ടാണ്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാറ്. പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പൊടികളൊന്നും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കഴിഞ്ഞിട്ട് ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി അതെടുക്കാൻ മറന്നുപോയി. ഞാനിതിപ്പോൾ ഇതിലേക്ക് സോയാ സോസും അതേപോലെ തന്നെ കെച്ചപ്പും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അത് നായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ആവാൻ വെക്കാം കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. കഴിച്ചോട്ടെ. അതിന് വേണ്ടി ചപ്പാത്തി കൂടി ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ കുറച്ചൊന്ന് ലാസ്റ്റ് എരിയുന്നുണ്ട്. സംഭവം മുളക് പൊടി ഇത്തിരി കൂടിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഫുള്ള് കഴിച്ചിട്ടോ. അപ്പം ഇന്ന് ഇത്രയുള്ള ഗൈസ്, ബൈ.